ഹായ് കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും ഈ ഗുഡ് ന്യൂസ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുക. ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഐ ക്യാൻ നോ ഗോഡ് ത്രൂ ജീസസ്. യേശുവിലൂടെ ഞാൻ ദൈവത്തെ അറിയുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വേർഡ് അപ്പ് എന്ന് പറയുമ്പോൾ, ഈ വിഷ്വൽ നിങ്ങൾ കാണുമ്പോൾ ടീച്ചറോടൊപ്പം നല്ല ശബ്ദത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇത് പറയുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളടയ്ക്കാം. യേശു കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ ഈ ഗുഡ് ന്യൂസ് ക്ലബിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിലൂടെ ദൈവം എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് ഇത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചില മിടുക്കന്മാരുണ്ട്, ചാടി എണീറ്റങ്ങ് പ്രാർത്ഥിക്കും. എന്നാൽ ചില കൂട്ടുകാർ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കൂട്ടുകാരുമുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ഇതുപോലെ ആയിരുന്നു. അവർക്കും ശരിയായിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ യേശു കർത്താവ് അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. എങ്ങനെയാണെന്നറിയാമോ? അതാണ് നമ്മളിന്ന് വാക്യത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ബൈബിളിൽ പഴയ നിയമം പുതിയ നിയമമുണ്ട്. അതിൽ പുതിയ നിയമത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം, അതിൻ്റെ ബി ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അങ്ങോട്ടൊരിക്കൽ വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമുക്കിത് പെട്ടെന്ന് പഠിക്കാനായിട്ട് പോകാം. അങ്ങോട്ടൊരു വിഷ്വലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പഠിക്കാം. എല്ലാവരും ഇതിലേക്കൊന്ന് നോക്കിയേ. അങ്ങോട്ടൊരിക്കൽ വായിച്ച് പറഞ്ഞുതരാം. എല്ലാവരും പറഞ്ഞോളണം കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ് നമുക്കുള്ള ഈ ദൈവം എന്ന് പറയുന്നത്. നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചവനാണ്. ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. ഈ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു കർത്താവ്. യേശു കർത്താവും നമ്മോട് കൂടെ ഉണ്ട്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിനെ നമുക്ക് വേണ്ട ബഹുമാനം കൊടുക്കണം. യേശു കർത്താവിനെ നമ്മൾ ആരാധിക്കണം. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു കർത്താവിനെ ആരാധിക്കണം. യേശു കർത്താവിലൂടെ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. വേർഡ് അപ്പ്. എല്ലാവർക്കും ഒരുമിച്ച് പറയാം. ഐ ക്യാൻ നോ ഗോഡ് ത്രൂ ജീസസ്. എനിക്ക് യേശു കർത്താവിലൂടെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും ഒരിക്കൽ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി നമുക്ക് വാക്യം പറയാമോ? അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. ഇനി ഞങ്ങൾ പറയാണ്, ഈ വാക്യം നമ്മൾ ആദ്യം വളരെ പതുക്കെ ചെറിയ ശബ്ദത്തിൽ തുടങ്ങിയിട്ട് ഉയരത്തിൽ ഉച്ചത്തിലുള്ള ശബ്ദത്തിലേക്ക് പറയാൻ പോവുകയാണ്. അങ്ങനൊരു കാര്യം ചെയ്യാം, അങ്ങളുടെ കൈ ഇങ്ങനെ ഉയർത്താം. കൈ ഉയർന്നതിനനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്തോളണം? ശബ്ദം ഉയർത്തി എങ്ങനെ പറഞ്ഞോളണം. റെഡിയാണോ? അതെ, റെഡിയാണ്. ശ്രദ്ധിച്ചോളണേ, അങ്ങയുടെ കൈ പോകുന്നതിനനുസരിച്ചേ പറയാവൂ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. ശരി, എല്ലാ കൂട്ടുകാരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ഈ വാക്യം ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമുക്ക് ഏറ്റവും അടുത്ത ചില കൂട്ടുകാരുണ്ടല്ലേ? നിങ്ങളുടെ ചില ഫ്രണ്ട്സ് ഉണ്ട്.
അവരോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയും, അവരും നിങ്ങളോട് എല്ലാ കാര്യം പറയും. ശരിയായ ഒരു വഴിയിലൂടെ നമ്മളെ നടത്താൻ പറ്റുന്ന ചില കൂട്ടുകാരുണ്ട്. പക്ഷെ ചില സമയത്ത് അവരെന്നാ ചെയ്യുമെന്നറിയാവോ? അവർ ചിലപ്പോൾ ചില തെറ്റിനൊക്കെ കൂട്ടു നിൽക്കും. എന്നാൽ ഇന്നത്തെ നമ്മുടെ പാട്ടിനകത്ത് നിങ്ങളെ ഏറ്റവും ശരിയായ വഴിയിലൂടെ നടത്താൻ പറ്റുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനോട് കൂടെ നമുക്ക് നടക്കാം എന്ന് ഈ പാട്ടിൽ പറയുന്നു. നമുക്കതൊന്ന് പഠിച്ചാലോ? വഴിയിതല്ലോ നമുക്ക് വഴിയിതല്ലോ, മോക്ഷം പോകും വഴിയിതല്ലോ, വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. സത്യപാതയിൽ ഞാൻ നടന്നിടാൻ ഏകമാർഗവും യേശു മാത്രമേ. സത്യപാതയിൽ ഞാൻ നടന്നിടാൻ ഏകമാർഗവും യേശു മാത്രമേ. വഴിയിതല്ലോ നമുക്ക് വഴിയിതല്ലോ, മോക്ഷം പോകും വഴിയിതല്ലോ. ആ കൂട്ടുകാരൻ ആരാന്നറിയാവോ? വേറെ ആരുമല്ല, നമ്മുടെ പാട്ടിൽ പറയുന്നത് പോലെ യേശു കർത്താവാണ്. യേശു കർത്താവ് ശരിയായ വഴി നമുക്ക് കാണിച്ചു തരും. എങ്ങോട്ടുള്ള വഴിയാണെന്നറിയോ കൂട്ടുകാരെ? ദൈവത്തിങ്കിലേക്കുള്ള. അവൻ ചതിക്കത്തില്ല, അവൻ നമ്മളെ കബളിപ്പിക്കത്തില്ല. ശരിയായ പാതയിലൂടെ നമ്മളെ നടത്തുകയും ഏറ്റവും നല്ല ഒരു കുട്ടിയായിട്ട് മാറാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ പാട്ടൊന്ന് പാടിയാലോ? വഴിയിതല്ലോ നമുക്ക് വഴിയിതല്ലോ, മോക്ഷം പോകും വഴിയിതല്ലോ, വേറെ വഴിയില്ല ഒരേ വഴി, യേശു തന്നെ ആ വഴി. സത്യപാതയിൽ ഞാൻ നടന്നിടാൻ ഏകമാർഗവും യേശു മാത്രമേ. സത്യപാതയിൽ ഞാൻ നടന്നിടാൻ ഏകമാർഗവും യേശു മാത്രമേ. വഴിയിതല്ലോ നമുക്ക് വഴിയിതല്ലോ, മോക്ഷം പോകും വഴിയിതല്ലോ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ചില ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏത് ഫ്ലേവറിലുള്ളതാണ്? അടുത്ത ചോദ്യവും കൂടെ കേൾക്കണം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കേതാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടിയോ? ഇല്ല. കാരണം അത് എൻ്റെ തന്നെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. നിങ്ങൾ പലപ്പോഴും ദൈവത്തെ കുറിച്ച് പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം തന്നെ നമുക്ക് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി തന്നെങ്കിൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യവും നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്? ദൈവം നിങ്ങളെ എന്നെയും പോലെ അല്ല. ദൈവം വളരെ ശക്തനായ ദൈവമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ദൈവം ശക്തനും മഹത്വമുള്ളവനുമാണ്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊരു കാര്യം ചെയ്യാവോ? നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്യാം. ദൈവം ശക്തനാണ്, ദൈവം മഹത്വമുള്ളവനാണ്. അപ്പോൾ ദൈവം നമ്മളെപ്പോലെയല്ല, ശക്തനും മഹത്വമുള്ളവനുമാണ്. ഈ ശക്തനും മഹത്വമുള്ളവനുമായ ദൈവം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചു. തൻ്റെ ശക്തിയാൽ താൻ സകലത്തെയും സൃഷ്ടിച്ചു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താന്ന്. 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. നോക്കിയേ,
സകലത്തിനും മീതെ തലവനാണ്, അവൻ രാജാവാണ്, അവനാണ് സകലതും സൃഷ്ടിച്ചത്. ഈ സകലതും സൃഷ്ടിച്ച ദൈവം നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം ഒരു കാര്യവും കൂടെ ചെയ്തു. ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ പുത്രനെ നമുക്കായിട്ട് തന്നു. ദൈവത്തിൻ്റെ പുത്രൻ യേശു ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു. ബെത്ലഹേമിൽ ജനിച്ച യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. പൂർണ്ണ മനുഷ്യനാണെന്ന് മാത്രമല്ല, പൂർണ്ണ ദൈവവുമായിരുന്നു. അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, യേശുവിന് ക്ഷീണം വന്നു. നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ വിശക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കും, പിന്നെ നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഉറങ്ങും. ഇങ്ങനെയൊക്കെ തന്നെ യേശുവും ചെയ്തു. എന്നാൽ യേശു പൂർണ്ണ ദൈവവുമായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ ദൈവമായിരുന്നു. ഞാനൊരു വേദഭാഗം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് പുത്രനിലൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഈ പുത്രൻ വന്നാൽ, പുത്രൻ സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ നിന്നൊരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി നമുക്ക് തരാൻ പുത്രന് നന്നായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഏതാണ്ട് 30 വർഷം ഈ പുത്രൻ യേശു ഭൂമിയിൽ ജീവിച്ചെങ്കിലും 30ാമത്തെ വർഷം താൻ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ അറിയാനായിട്ട് കഴിഞ്ഞു. യേശുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറയാമോ? യേശുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു. ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ വേർഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം പറയണം, യേശുവിലൂടെ നാം ദൈവത്തെ. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഐ ക്യാൻ നോ ഗോഡ് ത്രൂ ജീസസ് എന്ന, അതിൻ്റെ മലയാളമാണ് നമ്മൾ പറയുന്നത്. യേശുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു. അപ്പോൾ യേശുവിലൂടെ നാം ദൈവത്തെ അറിയാനാ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം യേശുവിൻ്റെ പ്രസംഗം കേട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശുവിൻ്റെ പ്രസംഗം തന്നെ ഭയങ്കരമായിട്ട് ശക്തിയോടെയാണ് യേശു പ്രസംഗിക്കുന്നത്. യേശുവിന് വളരെ അധികാരമായിട്ട് പ്രസംഗിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇവനാരാ എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് യേശു അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശു ഒന്നാമത്തെ പോയിന്റായിട്ട് യേശു പറഞ്ഞില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി ചിന്തിക്കാം. യേശു ആദ്യം അവരോട് പറയാൻ പ്ലാൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? യേശു ദൈവമാണ് എന്ന് പറഞ്ഞു. യേശു ദൈവമാണോ? അത് കേട്ടപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തോന്ന് യേശു ദൈവം? അവർ ചോദിച്ചു, നീ ആരാ? നീ മശിഹയാണോ? ദൈവം അയച്ച മശിഹയാണോ നീ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ദൈവം ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും അതേ ശക്തിയോടെ ചെയ്യുവാൻ യേശുവിനും കഴിയുമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ദൈവം തന്നെയാണെന്ന്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തോന്ന്, ദൈവം ഇങ്ങനെ താഴെ ഇറങ്ങി വന്നാണോ മനുഷ്യനോട് സംസാരിക്കുന്നത് എന്നവരോർത്തു. അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് യേശു അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? യേശു അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ദൈവമാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയത്. ദൈവമാണ് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയെന്ന് യേശു അവരെ പഠിപ്പിച്ചു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കേട്ടോ. യേശു ഈ ജീവിച്ചിരുന്ന കാലത്ത് മതപുരോഹിതന്മാർ അവരുടേതായ നിയമങ്ങളുണ്ടാക്കി. അവർക്ക് ഒത്തിരി നിയമങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൊറോണ കാലത്ത് പല നിയമങ്ങളുണ്ടല്ലോ. പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് വയ്ക്കണം, തിരിച്ച് വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ കൈയും കാലും ഒക്കെ കഴുകി നമ്മൾ വൃത്തിയാകണം എന്നൊക്കെ പറയുന്ന പോലെ അവർക്കും നിയമങ്ങളുണ്ടായിരുന്നു. അവരും പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ അപ്പം തന്നെ അവരെ കുളിച്ച് കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയായിട്ടേ അവർ ആഹാരം കഴിക്കാൻ ഇരിക്കത്തുള്ളൂ. അങ്ങനെ നിയമങ്ങളുണ്ട്. ചില പാത്രങ്ങൾ അവർ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കഴുകി വയ്ക്കും. അതിനൊക്കെ പ്രത്യേക രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടും ദൈവത്തിൻ്റെ നിയമത്തെ അവർ നിസ്സാരമായിട്ടും കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവം തരുന്ന നിയമമാണ് ശരിയായിട്ടുള്ളത്, അതാണ് പ്രധാനപ്പെട്ട നിയമം, അതാണ് നിങ്ങൾ അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത നിയമങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ അതിന് നാം പറയുന്ന കാര്യം പാപമെന്നാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ ഒരു പാപ സ്വഭാവം ചെയ്യാനുള്ള താല്പര്യത്തോടെയാണ് നമ്മൾ ജനിച്ചത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലാതെ വരും, അത് പാപമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഈ സ്വഭാവമുണ്ട്. അന്നത്തെ മത നേതാക്കന്മാർക്കും അവരുടെ പ്രമാണങ്ങൾ, അവരുടെ നിയമങ്ങളായിരുന്നു പ്രാധാന്യം. അല്ലാതെ ദൈവം കൊടുത്ത പ്രമാണങ്ങൾ പലപ്പോഴും നല്ലതായിരുന്നെങ്കിലും അത് പാലിക്കാൻ അവർക്ക് ഇഷ്ടം തോന്നിയില്ല. യേശു പറഞ്ഞു, ദൈവമാണ് അധികാരമുള്ളവൻ, അവനാണ് രാജാവ്, അവൻ തരുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രമാണിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ യേശു അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ തന്നെയാണ് വഴി എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത് യേശുവാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പഠിപ്പിക്കാനാണ് യേശു ശ്രമിച്ചത്, അല്ലേ, പറഞ്ഞു കൊടുത്തത്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും കൂടെ വൈകുന്നേരം അവർ അത്താഴത്തിനിരിക്കുമ്പോൾ യേശു അവരോട് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഒരു ദിവസം നിങ്ങളും എല്ലാവരും എന്നേക്കുമായിട്ട് ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വസിക്കേണ്ടിയവരാണെന്ന് പറഞ്ഞപ്പോൾ തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? ഞങ്ങൾക്ക് വഴി അറിയത്തില്ലല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു തന്നെയാണ് വഴി എന്ന് പറഞ്ഞു. അങ്ങനെ യേശു തന്നെ വഴിയാണെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ സ്വർഗത്തിലേക്ക്, നമ്മളെല്ലാവരും സ്വർഗത്തിലെത്താൻ യേശു വഴിയായി തീരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ യേശു നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ സ്വന്തം ശക്തിയാലാണ്. ഉയർത്തെഴുന്നേറ്റവരിൽ അവൻ ആദ്യജാതനാണെന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. കാരണം അവൻ്റെ സ്വന്തം കഴിവ്, അവൻ ദൈവം തന്നെയാണ്. അവന് ശക്തിയും മഹത്വവും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു തന്നെ. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. അവൻ നമുക്ക് പകരമായിട്ട് അവൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നതുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല. നമ്മുടെ പകരക്കാരനായി അവൻ ക്രൂശിൽ മരിച്ചു. ഇനി യേശു തന്നെ ദൈവമാണ് എന്ന് പഠിപ്പിച്ചു. യേശു തന്നെ ദൈവമാണെന്ന് പഠിപ്പിച്ചപ്പോൾ യേശു ഒരു കാര്യവും കൂടെ അവരോട് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു എന്നും പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 30 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. പക്ഷേ ഇതെല്ലാം കേട്ടപ്പോൾ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തോന്നായി പറയുന്നത്? അതിൻ്റെ പ്രസംഗം വളരെ ആധികാരികമായിട്ടായിരുന്നു, വളരെ അധികാരത്തോടെ അവൻ പ്രസംഗിച്ചു. എന്നാൽ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം യേശു ദൈവമാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു യേശു കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിനാ, യേശുവിലൂടെ നാം ദൈവത്തെ അറിയുന്നു. യേശു പറഞ്ഞത് സത്യമായ കാര്യമാണ്. യേശു പറഞ്ഞ ഈ സത്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പലർക്കും കഴിഞ്ഞില്ല. എന്നാൽ അവരൊരിക്കലും യേശുവിൻ്റെ പ്രസംഗമൊന്നും മറന്നുപോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര ശക്തിയോടെ പ്രസംഗിച്ച മറ്റൊരാളില്ല. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ദൈവം ശക്തനും മഹത്വവാനുമാണെന്ന് പറയുന്നത് പോലെ തന്നെ യേശുവും ശക്തനും മഹത്വമുള്ളവനുമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പ്രസംഗം ആർക്കും മറക്കാനായിട്ട് കഴിഞ്ഞില്ല. അവൻ്റെ പ്രസംഗത്തിൽ അവർ സന്തോഷിച്ചു. യേശു അവരെ പഠിപ്പിച്ചപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിച്ച പോലെ 1-ാമത്തെ പോയിന്റ്, 2-ാമത്തെ പോയിന്റ്, 3-ാമത്തെ പോയിന്റ് എന്നല്ല പഠിപ്പിച്ചത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, ബൈബിളിലെ ഈ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ യേശു എന്താ പഠിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും യേശു ദൈവം തന്നെയാണെന്ന്. അങ്ങനെ ജനങ്ങൾക്ക് യേശു തന്നെ ദൈവമാണെന്ന് യേശു വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം, യേശുവിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് യേശുവിലൂടെ നാം ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ച് ദൈവം യേശുവിനെ നമുക്കായിട്ട് തന്നു. കൂട്ടുകാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയ ഈ യേശു നിങ്ങളുടെ രക്ഷകനാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ യേശുവിലൂടെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ടോ? അങ്ങനെ തീർന്നിട്ടുള്ളവർക്ക് ഓർത്തിരിക്കാം, യേശു ഒരു മനുഷ്യനല്ല, യേശു ഒരു പ്രവാചകനല്ല, മറിച്ച് യേശു ദൈവം തന്നെയാണ്. എന്നാൽ യേശുവിൽ ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പറയാമോ, നമ്മൾക്കെല്ലാവർക്കും പാപസ്വഭാവം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ പാപസ്വഭാവത്തിൽ നമ്മളെ രക്ഷിക്കാൻ യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് അവൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദൈവത്തെ അറിയാൻ യേശുവിലൂടെ നമുക്ക് കഴിയും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു കർത്താവേ, നിന്നിലൂടെ പിതാവാം ദൈവത്തെ അറിയുവാൻ അവിടുന്ന് എന്നെ കൂടുതലായിട്ട് സഹായിക്കണം. എന്നാൽ യേശു ഇല്ലാത്ത കൂട്ടുകാർക്ക് പ്രാർത്ഥിക്കാം, യേശുവേ, ഞാൻ പാപസ്വഭാവമുള്ള ഒരാളാണ്. എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ വരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയുന്ന കേൾക്കുന്ന കൂട്ടുകാരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്താ കാര്യമെന്നറിയാമോ? എൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട്, ട്രഷർ ബോക്സാ അല്ലേ. എൻ്റെ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് തുറക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? അതെ, താക്കോലാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് തുറക്കണമെങ്കിൽ താക്കോൽ വേണം. ഞാൻ നിങ്ങളെ കുറച്ച് താക്കോൽ കാണിച്ചു തരാം. അപ്പോൾ ഏത് താക്കോൽ ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ദാ, ഇത് കാറിൻ്റെ താക്കോലാണ്. ഇതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തുറക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞു ഒരിക്കലും പറ്റില്ല. കാരണം ഇത് കാറിന് മാത്രം ഉപയോഗിക്കുന്ന ഈ ട്രഷർ ബോക്സിനെ സംബന്ധിച്ച് ഇത് റോങ് ആയിട്ടുള്ള താക്കോലാണ്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു താക്കോൽ നോക്കാം. ഇത് സ്കൂട്ടറിൻ്റെ താക്കോല. ഇത് പറ്റുമോ? അയ്യോ, ഒരിക്കലും ഇല്ല. കാരണം എന്താ? ഇത് സ്കൂട്ടറിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇത് ഈ ബോക്സ് തുറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് കിച്ചണിൻ്റെ താക്കോല. അത് പറ്റുമോ? നിങ്ങൾക്കറിയാം, അതും പറ്റത്തില്ല. ഈ താക്കോലുകളെല്ലാം ഇതിനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ള താക്കോലുകളാണ്. ഇനി ഇത് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊരു മാർഗം ചില ആളുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുമ്പോൾ കള്ളന്മാരായിട്ട് ആളുകൾ ചെയ്യുന്ന എന്താ? വാതിലെല്ലാം കുത്തിപ്പൊളിച്ച് തുറന്നകത്ത് കയറും അല്ലേ? അതുപോലെ തന്നെ ഇത് വേണമെങ്കിലും കുത്തിപ്പൊളിച്ചെടുക്കുക. പക്ഷേ അത് വളരെ തെറ്റായ മാർഗവും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അത് വളരെ മോശമാണ്. അപ്പോൾ ഇത് തുറക്കണമെങ്കിലുള്ള ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ താക്കോൽ എനിക്ക് കിട്ടിയാലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ യഥാർത്ഥ താക്കോൽ കിട്ടി. ആ താക്കോൽ കൊണ്ട് ഇതെനിക്ക് തുറക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ പൂട്ടിയിട്ട ഒരു വിലപിടിപ്പുള്ള ഒരു സാധനത്തിൻ്റെ മുമ്പിൽ റോങ് താക്കോലുമായിട്ട് നിൽക്കുന്നത് പോലെയാണ് ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. മിക്ക കുട്ടികൾക്കും അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി, വലിയൊരു രോഗം വരുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കും. ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി, ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്, അതിനെപ്പറ്റി, ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ഒന്നും ആളുകൾക്ക് അറിയത്തില്ല. ഇനി ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും അറിയാനുള്ള ഒരു താക്കോലുണ്ട്. അത് ഏത് താക്കോലാണെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതാരാ പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് താക്കോൽ, യഥാർത്ഥ താക്കോൽ എന്ന് പറഞ്ഞ കർത്താവായ യേശുവാണ്. കർത്താവായ യേശുവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വരും. പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും. ആ യേശുവിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് കിട്ടും. അതുകൊണ്ട് ഒത്തിരി ദൈവത്തെ അന്വേഷിക്കുന്ന ഒത്തിരി റോങ് ആയിട്ടുള്ള താക്കോലുകളൊക്കെ ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട്. ദൈവത്തെ അന്വേഷിച്ചാൽ ആ വഴി പോയാൽ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും, ഈ വഴി പോയാൽ ദൈവത്തെ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി റോങ് ആയിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനുമുള്ള ഏക താക്കോൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു. അതുകൊണ്ട് കർത്താവായ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. കർത്താവായ യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അനുസരിക്കണം. കർത്താവായ യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ബൈബിളിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ യേശുവിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റു മാർഗങ്ങൾ, റോങ് താക്കോൽ ഒരിക്കലും ഉപയോഗിച്ച് ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കരുത്. ദൈവവചനവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ. അതിന് നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അങ്കിൾ കരുതുന്നു. നിങ്ങളുടെ മുഖം കണ്ടാൽ അത് അങ്കിളിന് അറിയാൻ മനസ്സിലാകും. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.